നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അതിഥികളല്ല, നമ്മുടെ സ്വന്തം ആൾക്കാർ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടൻ ആൻഡ് ജാഫറിക്ക. ഭയങ്കര അഭിപ്രായം. ഉത്സവം അങ്ങോട്ട് തുടങ്ങിയതിനു ശേഷം ഒരു അഭിപ്രായക്കുറവുണ്ട് കേട്ടോ. എന്താ? വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പൂക്കുറ്റി 4 എന്നും കത്തുന്നുള്ളൂ. അതെ, വെടിക്കെട്ട് വേണം. അതെന്താണെന്നറിയോ, ഈ നമ്മള് എല്ലാം കണ്ടുപിടിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്കിറ്റ്, സ്പൂഫ്. ഇവിടെ വരാത്തായിട്ട് ഒരു പരിപാടിയില്ല. പക്ഷെ നമ്മളെ ഉത്സവം നടത്തുന്ന അതിന് മുന്നോടിയായിട്ട് ഇറങ്ങിയപ്പോ നമ്മൾ ഈ കതിനയുടെ കാര്യം വിട്ടുപോയി. അതാ പറഞ്ഞേ, നമ്മൾ 3-4 പേരും ആലോചിച്ചില്ല. പേടിക്കണ്ട, അടുത്ത എന്ത് പരിപാടിയാണെങ്കിലും ഒരു കാര്യമില്ലെങ്കിൽ നമ്മൾ കതിന പൊട്ടിച്ചിരിക്കണം അല്ലേ? പൊട്ടിക്കണം. അപ്പൊ ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മുടെ അക്ഷയ കുടുംബശ്രീ താമരക്കുളം, അവരെയും കൂടെ നമ്മൾ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നടത്തുന്ന ഉത്സവത്തിന് വന്ന സ്പൂഫുകളെല്ലാം ഗംഭീരമായിട്ടുണ്ടല്ലേ? നമ്മൾ ചിരിച്ച് മറിഞ്ഞാണ് ഇതുവരെയുള്ള സ്പൂഫ്. അടുത്തൊരു സ്പൂഫ് വരാനുള്ള സമയമായിട്ടുണ്ട്. വിളിക്കട്ടെ. സുധീഷ്, നിമിഷ, ചിത്തൻ. ചിങ്ങമാസം വന്ന് ചേർന്നാൽ പിന്നെ ഞാൻ സ്വന്തമാക്കും. ഇത് രുക്മണിയാണോ ശിവമണിയാണോ? അതെന്താ കൈ കൊണ്ടിങ്ങനെ ഡ്രംസ് അടിക്കുന്നു? അതെ, മാധവൻ കള്ളനാ, ഈ ഷേക്കിന്റെ സ്വന്തം കള്ളൻ. ഏത് ഷേക്കിന്റെ? ഷാർജ ഷേക്കിന്റെ. എടി ചേക്കിലെ കള്ളനെന്ന് നിനക്കറിയാലോ. മാധവൻ മീശ പിരിച്ചാ എങ്ങനെ ഇരിക്കുന്നു? എനിക്കറിയാം, മുകളിലേക്ക് ഇന്ന് പൊങ്ങിയിരിക്കുന്നോ? എടി അതല്ല, ഞാൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ച അവരുടെ വീട്ടിൽ കയറുകയും ചെയ്യും, എന്തെങ്കിലും മുതലെടുത്തോണ്ട് വരികയും ചെയ്യും. പിന്നെ എന്നിട്ടാണല്ലോ ഇന്നലെ എന്നെ കണ്ട് മീശ ഇങ്ങനെ പിരിച്ചപ്പോ എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരികയും ചെയ്തു. ഉറങ്ങി കിടന്നപ്പോ നിന്റെ അരേന്ന് അരഞ്ഞാണ് കടിച്ചെടുത്തോണ്ട് വരികയും ചെയ്തതാണ്. നോക്കിയേ, എന്റെ അറിഞ്ഞാണല്ല. ബോഡി കടിച്ചെടുത്ത് എനിക്കറിയാം, ഇത് നിന്റെ അരഞ്ഞാണം തന്നെ. എന്റെ അറിഞ്ഞാൻ പണയം വെച്ചിക്കാ. പണയം വെച്ചേക്കണോ? അപ്പൊ ഇത് ആരുടെ അരഞ്ഞാണം? ഞാനിപ്പോ അതാ നോക്കുന്നത്. അങ്ങനെ പറയ്. ചുമ്മാ അല്ല, അമ്മാമ്മ കിടന്ന് കറിയുന്നത് അറിഞ്ഞാണം കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇത് അമ്മൂമ്മയുടെ അരഞ്ഞാണോ? രുക്മിണി, നിനക്ക് വേണ്ടി ഞാൻ ഒരു സർപ്രൈസ് കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? നിന്റെ പേര് ഞാൻ എന്റെ നെഞ്ചത്ത് പച്ച കുത്തിയിട്ടുണ്ട്. ശരിക്കും? സത്യം. ഒന്ന് കാണിച്ചു തരോ? വേണ്ട, നോക്കി കണ്ടോ? രുക്മിണി. അവിടുന്ന് രുക്മിണി എന്ന് പറഞ്ഞ രുക്ക് മാത്രമേ ഉള്ളൂ. അല്ല, മണി എവിടെ? എഴുതി വന്നപ്പോ രുക്മിണിയുടെ മണി എന്റെ കഷത്തിന്റെ അടിയിലോട്ട് കേറിപ്പോയി. അയ്യോ, അങ്ങനെട്ട് പിടിക്കരുത്. മണി കിടന്ന് അടിക്കും കഷത്ത്. അല്ല, ഈ നെറ്റിക്കുന്നൊരു പാട് അതെന്തോന്നറിയുമ്പടി, ഞാൻ ഉച്ചക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ പെങ്ങടെ മോൻ വന്ന് ചോദിച്ചു, മാമ ഈ ചന്ദനം എവിടെ ഇടണോന്ന്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു നെറ്റിയിൽ ഇടണോന്ന്. ഈ കാലം ചേർക്ക് എവിടുന്നാന്ന് പറഞ്ഞോടാ ഇത്രയും വലിയൊരു ചന്ദനത്തടി എടുത്തോളൂ എന്റെ നെറ്റിക്ക് ഒറ്റ ഇടിയില്. അയ്യോ, 6 ദിവസം ഞാൻ കോമയിലായിരുന്നു. എന്നിട്ട് എന്തുവാ, നേഴ്സുമാര് വന്ന് ഇതുവഴി ഇഞ്ചക്ഷൻ എടുത്തു, കുറെ സ്കാനിങ് ചെയ്തു. ഇന്നലെ റിസൾട്ട് വന്നു. എന്നിട്ട് എന്തായി? ഞാൻ 6 മാസം ഗർഭിണിയെന്ന്. പെണങ്ങല്ലേടാ, എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരും തല്ലേ, കാലിലെ കാണാ പദസ്വരം ഞാനല്ലേ. കേക്കട്ടെന്ന്. അങ്ങനെങ്കിൽ ആ കാലം നമ്മളൊന്ന് കെട്ടിച്ചു വിടട്ടെന്ന്. ഞാനും കൂടട്ടെ ഈ കളിക്കാ? വേണ്ട, ഇത് പിള്ളേര് കളിയാ. നിനക്ക് പിള്ളേര് കളിക്കാനല്ല ചാനൽ ഇത്രയും വലിയ ഫ്ലോർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പച്ചി, അപ്പച്ചി, അറപ്പച്ചി. അയ്യോ, ഈത്തപ്പഴച്ചി. അയ്യോ, ഈച്ചിപ്പിച്ചി. ഇവിടെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാ. ഊട്ടി തമിഴ്നാട്ടിലല്ലേ? ഇത് പിള്ളച്ചന്റെ വീടല്ലേ? എടാ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം നിൽക്കുമ്പോ ഇതുപോലെ വളിച്ച സാധനമായിട്ട് എന്റെ അടുത്ത് വരരുത്. നിന്റെ തലയും കൊണ്ടോടാ. ഓ, പേ നോക്കാനായിരിക്കും. ഞാൻ നോക്കാനാ. അയ്യോ, അയ്യോ, ഓടിക്കോ. അയ്യോ, എവിടെടാ ആന? ഇപ്പൊ അവിടെ കേട്ടിട്ട് ചിഹ്നം വിളി. എടാ, അത് ചിഹ്നം വിളിയല്ല. നിന്റെ മുടി മുഖം കയറിയപ്പോ ഞാൻ തുമ്മിയതാ. എങ്ങനെ? എന്തുവാടാ കത്തുന്നത്? മൂക്കിന്നലെ കയറി എന്തുവാ കത്തുന്നത്? സാറേ, എന്റെ ചുണ്ടൊക്കെ വരണ്ട് ഭയങ്കര വല്ലാത്ത അവസ്ഥയിലാ. അയ്യറാ, അത് ശരി.
അത് നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി നമ്മൾ പോയി കാണുമ്പോൾ നിന്റെ മുഖത്ത് മീശ ഉണ്ടാവരുന്നു. വടിച്ചേച്ച് വരണം. ക്ലീശ. അയ്യോ അല്ല, ക്ലീൻ ഷേവ്. എടാ നീ വന്ന് എന്റെ മുമ്പിൽ നിന്ന് കുനിഞ്ഞിന്നടാ. സാർ എന്നെ എന്തോ ചെയ്യാൻ പോവുക? ചെയ്യാൻ പോകുന്ന കാണിച്ചു തരാം. നരഭോജി കടിച്ചങ്ങെടുത്ത്. സാറ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് സാർ എന്തിനാ ഇവിടെ കടിച്ചത്? എടാ നിന്റെ ശരീരത്ത് ഏറ്റവും കൂടുതൽ മാംസമുള്ളതായിട്ട് തോന്നി എനിക്ക് അവിടെയാ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്രയും ഇല്ല. തവണ വരുമ്പോ നീ അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണം. സാർ എന്റെ ചന്തിക്ക് ജഡ്ജ്മെന്റ് പറയാതെ സാർ പോവാൻ നോക്ക്. എടാ ഞാൻ എവിടെ പോകണമെന്ന് എനിക്കറിയാം. എടാ നീ ഇന്നലെ ആ ഒരു പാവപ്പെട്ട വൈകിട്ട് കവലിട്ട് തല്ലിയത്? സാർ അവൻ എന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചിമ്പാൻസി എന്ന് വിളിച്ചു സാറേ. എടാ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരുത്തൻ നിന്നെ ചിമ്പാൻസി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് 25 വർഷം കഴിഞ്ഞ് ഇന്നലെ എന്തിനാണ് അവൻ തല്ലിയത്? സാർ ഇന്നലെ ഞാൻ TV വെച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഈ ചിമ്പാൻസിയെ കാണുന്നത്. ഈ ഒരു വൃത്തികെട്ട രൂപ ഇങ്ങനെ ഇരിക്കണ്. എന്തോ സാർ അടിച്ച ചിമ്പാൻസിയെ കാണ്ടാമൃത്തെ കണ്ടാ തിരിച്ചറിയാത്ത അവനിട്ടുള്ള അടിയാ ഇത്. ആണോ? നീ വരുമ്പോ അച്ഛനെ വിളിച്ചോണ്ട് വരണം. എന്റെ ആണോ അവന്റെ ആണോ? ഇത് നിനക്ക്. ഇതെന്തിനാ സാർ? എടാ നിന്റെ വളർത്തുകോഷ. നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് നീ വാ. ഓ ഭാഗ്യം, എനിക്ക് അച്ഛനില്ല. അച്ഛനില്ലാത്തത് ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ഒരുത്തൻ ഞാൻ ആദ്യമായിട്ട് കാണും. അയ്യോ സാറേ അതല്ല, എന്റെ അച്ഛനെ ആഫ്രിക്കയിലുള്ള ഒരു ഫിഗർ ആർട്ടിസ്റ്റ് കൊന്നു സാറേ. ആഫ്രിക്ക ഫിഗർ ആർട്ടിസ്റ്റാ? ആ ജിറാഫ്. ജിറാഫ് എങ്ങനെ ഫിഗർ ആർട്ടിസ്റ്റാ കൂടാ? സാറേ നല്ല ആഴമുള്ള ഒരു പുഴ. ആ ജിറാഫ് ആണെങ്കിൽ കഴുത്തറ്റം വെള്ളത്തിൽ ഇങ്ങനെ കിടന്നു. അച്ഛൻ അതുവഴി കുളിക്കാൻ പോയി പറഞ്ഞ് ഞാൻ മാനാണ് ഇറങ്ങി വരാൻ പറഞ്ഞു. അച്ഛൻ ഇറങ്ങി, ജിറാഫ് പൊങ്ങി, അച്ഛൻ ഒഴുകി അങ്ങ് പോയി. വല്ല അത്യാമെല്ലാം കിട്ടിയാടാ ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കാൻ? നമ്മൾ കുടുംബക്കാർ ചെന്നിട്ട് പറഞ്ഞ് ഒഴുക്കാൻ വല്ലതും വേണോന്ന്. അപ്പൊ അവര് ഓൾറെഡി അച്ഛൻ ഒഴുകി പോയല്ലോ, വേറെ എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് ആഫ്രിക്കൻ പായലുണ്ട് വർക്കലയിൽ അങ്ങ് ഒഴുക്കി. അത് ശരി. അപ്പൊ നീ നിന്റെ കുടുംബക്കാരുമാണ് കേരളത്തിൽ മൊത്തം ആഫ്രിക്കൻ പായലാക്കിയത്. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. രുക്മിണി, രുക്മിണി അടിക്കണ്ട ഈ പുള്ളിക്കാരനെ. എന്തിനാ മാധവേട്ടൻ ഇങ്ങനെ അടിക്കുന്നേ? ഗർഭിണി. അയ്യോ അല്ല, രുക്മിണി. കേറിപ്പോടി വീട്ടിനകത്ത്. ഇത് എന്റെ വീട്, നിങ്ങൾ വീട്ടിൽ പോ. എനിക്ക് കെട്ടാനായിട്ട് ഇവിടെ അച്ഛൻ എന്നെ ഉറപ്പിച്ചു വെച്ചിരുന്ന പെണ്ണാ ഇവള്. അയ്യടിയേ, രുക്മിണി മാധവനുള്ളതാണെന്ന് ഈ ചേക്കിൽ ഓരോ മയിൽക്കുറ്റിക്ക് പോലും അറിയാം. എടാ മയിൽക്കുറ്റി, മയിൽക്കുറ്റി. എടാ ഇവളെ കെട്ടാനായിട്ട് നിനക്ക് യോഗ്യത ഉള്ളത്? ഇല്ലേ വേണ്ട. നീ ഭാരതത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തടാ? അതെ, ഈ മാധവേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ടേ. ആളിങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിയാ. പിന്നെ ഇവന്റെ ബുദ്ധിയെ കുറിച്ച് നീ എന്റെ അടുത്ത് പറയണ്ട. ഇന്നലെ രാമയെ പിടിച്ചിട്ട് ഇപ്പൊ കൊന്നുവരാന്നും പറഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ 1.5 മണിക്കൂർ മുക്കി പിടിച്ച മഹാനായി ഇവൻ. സാറേ അതെന്ന് വെച്ചാ ആമ തല അകത്തോട്ട് വലിച്ചുകൊണ്ടാണ് ചാവാത്തത്. ഞാനൊരു കാര്യം പറയാം. ഈ ചേക്കിൽ നിന്നെ ആരെങ്കിലും കെട്ടാൻ മോഹിച്ച അത് നടക്കില്ല. നിന്നെ കെട്ടാൻ പോകുന്ന ഈ ഞാനാ. ഓർത്തോ അല്ല ഗൈനക്കോളജ് ബോർഡ്. അയ്യോ എന്തൊരു മൂർച്ചയാടാ പറഞ്ഞ കൗണ്ടറിന്. അത് പറ്റുപോയനെ. ഓട്ട് അങ്ങനെയെങ്കിലും എനിക്ക് അവളെ കിട്ടുമല്ലോ. ഇല്ല, ഇവിടെ എന്റെ പെണ്ണ. ഒരു കാര്യം പറയാം, ഞാൻ കെട്ടാൻ പോണ ആളെ കുറിച്ച് എനിക്ക് കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതെന്റെ മാധവേട്ടൻ നന്നായിട്ട് അറിയാം. ബോഡി കള്ളി എനിക്കൊന്നും അറിയത്തില്ല. ചുമ്മാ പറയാം അങ്ങോട്ട്. എന്തോ അതിന്റെ സങ്കല്പം? അതെ, എനിക്ക് ഈ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. Papi, vamos a la rumba. Toma, 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 mami, toma, 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 mami, toma, 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 mami, toma, toma, toma. അയ്യോ സിസ്റ്റോ കേറിയിരിക്കുന്നു. എടീ വയറ് പൊട്ടിയ ചാള കിടന്ന് കാണിക്കുന്ന അക്രമം കണ്ടായി. 5 അക്ക ശമ്പളം, ആരും പേടിക്കുന്ന പോലീസർ. എന്തോ ചെയ്യാൻ പോണ്? ഞാന് പുഴുവടിക്കാൻ നോക്കുന്ന പക്ഷേ ഒടുക്കത്തെ വയറ് സമ്മതിക്കുന്നില്ലെന്ന്. സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ തീയിട്ട് കറക്കട്ടെ തറച്ചക്കളോ കേട്ടോ. വേണ്ട. ഇനി എന്തുപോലെ എന്തെങ്കിലും പ്രാന്ത് നിനക്കൊണ്ടോടി? എനിക്ക് മിമിക്രിക്കാരെ ഭയങ്കര ഇഷ്ടാ. മിമിക്രി ഞാൻ ചെയ്യൂല്ലേ? അതെ सत्य है जीवन की सुंदर है यादामोह शरणम അയ്യോ ഇപ്പം പാപ്പച്ചി പീഡിപ്പിച്ചേ. അയ്യോ ഞാൻ പീഡിപ്പിച്ചില്ലടാ, പേടിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പീഡിപ്പിച്ചോണ്ടാ ഞാൻ ഇതെല്ലായിടത്തും പറയും. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാടാ. ഞാൻ ഒരു കാര്യം പറയാം, ഈ രുക്മിണി മാധവനുള്ളതാ. രുക്മിണിന്റെ കൈത്തിൽ ഒരാൾ താലി കെട്ടാണെങ്കിൽ അത് ഈ മാധവൻ മാത്രമായിരിക്കും. ഈ കള്ളമാധവനാ? കള്ളനോ? സാറിനറിയോ, ഒരു പെണ്ണൊരു ആണിന് ഇഷ്ടപ്പെടണമെങ്കിൽ അവന്റെ പണോ പദവിയോ സൗന്ദര്യോ ഇതൊന്നല്ല നോക്കുന്നത്, മനസ്സിന്റെ സൗന്ദര്യം. എന്റെ മാധവൻ ആവോളുണ്ട്. ഞങ്ങൾക്കിടയിൽ സാറ് വരരുത്, ഒന്ന് പോയി തരൂ. ശല്യം. ശരി, നീ പറഞ്ഞു വരുന്നത് ഞാനൊരു ശല്യമാണെന്നാണല്ലേ? അവള് മോഡുലേഷൻ ഇല്ലാത്ത ഇത്ര ലെങ്തി പറഞ്ഞിട്ട് സാറിന് മനസ്സിലായില്ലേ സാറ് ശല്യമാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇവനൊരു കള്ളനാ. ഇന്നല്ലേ നാളെ ജയിലിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടൊരു പ്രതിയാണ് ഇവൻ. ഞാനങ്ങനല്ല. ഈ നാട്ടിലെ സ്ഥലം എസ്ഐയാ ഈപ്പം പാപ്പച്ചി. എനിക്ക് ഇട്ടുകൊണ്ടാൻ ഒരുപാട് സ്വത്തുണ്ട്. ഇനി ഞാനൊരു ദിവസം ഒന്ന് മരണപ്പെട്ടു പോയിന്നിരിക്കട്ടെ, അത് അനുഭവിക്കാൻ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണേ ഉണ്ടാവുള്ളൂ. ആ പെണ്ണ് നീയാ. ഓർത്തു നോക്ക്, ഇവനെ വേണോ അതോ ഈ ഈപ്പം പാപ്പച്ചി വേണോ എന്ന് ഓർത്തു നോക്ക്. പിണങ്ങല്ലേടാ. അതിന് ഞാൻ പിണങ്ങിയില്ലല്ലോ. താൻ പോടോ. പിണങ്ങല്ലേടാ. എടി വഞ്ചകി, ചതിച്ച്. നീയല്ലേടി പറഞ്ഞ പൈസ ഒന്നും കുഴപ്പമില്ല, കള്ളനായാലും എന്നെ കെട്ടിക്കോളാന്ന് വെച്ച് ഇത് ഭയങ്കര തേപ്പായി പോയി കേട്ടോ. അതൊക്കെ അങ്ങ് സിനിമയില്. റിയൽ ലൈഫിൽ ജീവിക്കണമെങ്കിലേ പൈസ തന്നെ വേണം. അതാവോളം എന്റെ ഈപ്പം പാപ്പച്ചിയുടെ കയ്യിലുണ്ട്. കണ്ടടാ, അവക്ക് ബുദ്ധി വന്നു. ഇനി നീ തീരുമാനിക്ക്, കള്ളനാണോ പോലീസുകാരനാണ് ഈ നാട്ടിൽ വിലയെന്ന്? കള്ളൻ. പോലീസുകാരൻ. കള്ളൻ. എങ്ങനെ നീ തെളിയിക്കടാ? സാറേ, ഞാൻ സാറിനെ കണ്ടപ്പോ മീശ പിരിച്ചായിരുന്നോ? മീശ പിരിച്ചായിരുന്നു. ഇന്നലെ വീട്ടിൽ കേറൂന്ന് പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞായിരുന്നു. അങ്ങനെ വീട്ടിൽ കേറി താണ്ട സാറിന്റെ സകല സ്വത്തുക്കളും ഇപ്പൊ എന്റെ കയ്യിലുണ്ടല്ലോ. പിണങ്ങല്ലേടാ. അതിന് ഞാൻ പിണങ്ങിയില്ലല്ലേടാ മുത്തേ. ആ പോടോ. പിണങ്ങല്ലേടാ. ഓന്ത് മാറുകോടി ഇതുപോലെ. മിനിറ്റിന് മിനിറ്റ് ഇത് എങ്ങനെ മാറാൻ പറ്റും നിനക്ക്? അളിയാ, അഥവാ ഇവിടെ മുച്ചൂട് തേപ്പളിയാ. മനസ്സിലായെന്ന്. ആ. അഥവാ നീ കട്ട ഏതെങ്കിലും ഒരു സാധനം ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടുണ്ടോ? ഇതുവരെ പോയിട്ടില്ല അളിയാ. ഇല്ലെങ്കിൽ അളിയാ, നമ്മൾ രണ്ടും കൂടെ സംയുക്തമായിട്ട് ഇന്ന് ഒരു സാധനത്തിൽ നിന്ന് പുറത്തു കളയാൻ പോവാ. ഏത് സാധനം? താണ്ട ഈ നിൽക്കുന്ന രുക്മിണിയെ പൊക്കളിയായി വിളാ. മീശമാധവന് ഒരു നല്ല കൈഡി, ഈപ്പം പാപ്പച്ചിക്ക് ഒരു കൈഡി, രുക്മിണിക്ക് ഒരു കൈഡി. ഉഷാറായിരുന്നു കേട്ടോ. ഷാൻ ചേട്ടാ, ഉഗ്ര സ്കിറ്റാണ്. അതായത് നിങ്ങൾ നന്നായിട്ട് പ്ലേ ചെയ്ത്, അതായത് ഇളക്കി കളിച്ചു. നിങ്ങൾ ആ ഫ്ലോർ കംപ്ലീറ്റ് നിങ്ങൾ യൂസ് ചെയ്തു. ആ സിനിമ ഫുള്ള് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഈപ്പം പാപ്പച്ചയെ മാത്രമാണ് നമുക്ക് പിടി കിട്ടാത്തൊരാള്. എവിടുന്നൊക്കെയോ വന്നിട്ടൊരു പൊളി അങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ ചിത്ത കലക്കനായിരുന്നു. പിന്നെ പറയാനുള്ള സുധീഷിനെ കുറിച്ചാണ്. മോനെ ഗംഭീരമായിരുന്നു, ഉഗ്രനായിരുന്നു. കാര്യം ഒരു സ്ഥലത്ത് പോലും സംഭവം താന്ന് പോവാതെ ആ ഒരു പേസ് പിടിച്ചിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. നിമിഷ വളരെ ഉഗ്രനായിരുന്നു കേട്ടോ, നന്നായിരുന്നു. കാര്യം ഇവരുടെ രണ്ടുപേരുടെ ഒപ്പം നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒരു സാധാരണ ഒരാൾക്ക് പറ്റില്ല, നമുക്കറിയാം. അത് നിമിഷ ഗംഭീരമായിട്ട് ചെയ്തു. അതിനർത്ഥം നിമിഷ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ആ ഒരു ലെവലിലല്ല, നിമിഷം ഒരുപാട് നിമിഷം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതിലും ഗംഭീരമായിട്ടുള്ള സ്കിറ്റുകളുമായിട്ട് ഇനിയും വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. നന്നായിരുന്നു. നല്ല ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ എൻഡിലേക്ക് വന്നപ്പോൾ ഒരു കുറച്ച് ഭാഗത്ത് ഇച്ചിരി ഡ്രാമ ഫീൽ ചെയ്തു. ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് കളിച്ച് തീർത്തു. അത്യാവശ്യം കൗണ്ടറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ ചിരി ആകാമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. കുറവായിരുന്നു, നന്നാക്കാമായിരുന്നു, കൂട്ടാമായിരുന്നു ചിരി കേട്ടോ. കൊള്ളാം. ഓക്കെ, താങ്ക് യു നസീർ. ജാഫ്രിക്ക, ഗംഭീരമായിരുന്നു. പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. അടിപൊളി, നന്നായിരുന്നു. ചിത്തൻ്റെ ഒരു ചിത്തന, ഭയങ്കര ചിത്തനാണ്. എല്ലാവരും കൊള്ളാം. ഞാൻ ശരിക്കും ആസ്വദിച്ചു. പിന്നെ ഈ പറഞ്ഞ കുറച്ച് കുറ്റവും കുറവും ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ അടുത്ത പരിപാടി നന്നാക്കാൻ വേണ്ടി പറയുന്ന കുറ്റവും കുറവും ഒക്കെയാണ്. നന്നായിരുന്നു. ഗുഡ്. താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്ക് വാങ്ങിക്കാം അല്ലേ? ഓക്കെ. നസീർക്ക, ഞാൻ മാർക്ക് കുറയ്ക്കുന്നില്ല, ഒരു 12. 12,000 രൂപ മാധവന് വേണ്ടിയിട്ട്, ഒരു 12,000 രൂപ. ഷാൻ ചേട്ടാ, രുക്മിണിക്ക് വേണ്ടി ഞാനൊരു 10 മാർക്ക് കൊടുക്കും. 22,000 രൂപ. ജാഫ്രിക്ക, ഈപ്പം പാപ്പച്ചി എല്ലാം കൂടെ ചേർത്ത് അറിഞ്ഞു കൊടുത്തേക്കണം. 3 പേർക്കും നന്നായിട്ട് കൊടുക്കും. അപ്പൊ ടോട്ടൽ ഓക്കെ, എന്നാ വിളിച്ചോ. 40,000. അടിപൊളി. അപ്പോ മാധവൻ, അടുത്ത പ്രാവശ്യം കാണാം. രുക്മിണി, ഈപ്പം പാപ്പച്ചി കാണാട്ടോ. അപ്പോഴത്തേക്ക് പുഴയൊക്കെ പഠിക്കണേ. ഓക്കെ, ബൈ.
നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഉത്സവം ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി ഒരു സ്പൂഫ് ഐറ്റം ഉണ്ട്, എടുക്കട്ടെ? വെറും ആളല്ല വരാൻ പോകുന്നത്, ഒരു 1.5 ഐറ്റം. മുംബൈയിൽ നിന്ന് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഉത്സവം കൊഴുക്കും. മുംബൈയിൽ നിന്ന് വന്നെങ്കിൽ എന്തായാലും ഉത്സവം കൊഴുക്കും. മുംബൈയിൽ നിന്ന് വന്ന് ഉത്സവം നടത്തിയ ചരിത്രമുണ്ട് പുള്ളിക്ക്. കൊഴുക്കും. ഓക്കെ, ഇതിന് കുറച്ച് മുമ്പേ വരണ്ടായിരുന്നു. ഇല്ല ഇപ്പൊ വിളിക്കാം. എന്നാണോ മുംബൈ ലൈറ്റ് ആയി പോയി. വിളിച്ചോ. എനിക്കറിയില്ല ജെയിംസ് ജഗൻ എവിടാണെന്ന്. ആ എബി മാത്യുവിനൊരു പണി കൊടുക്കണമെങ്കിൽ ജഗൻ ഇങ്ങ് വരണം. ബട്ട് ജഗൻ എന്തിയേ? ജെയിംസേ ഫോൺ വെച്ചോ, ജഗൻ വിളിക്കുന്നുണ്ട്. ഹലോ ജഗൻ. ശംഭോ മഹാദേവ. നീ ഇത് എവിടാണ്? എടാ ഞാൻ മാർവാടി സുഖമായിട്ട് ഇരിക്കണ്. എടാ നീ അറിഞ്ഞോ ആ എബി മാത്യു ഓസ്ട്രേലിയയിലുള്ള നായർ അസോസിയേഷൻ? എന്നത്? നായർ അസോസിയേഷൻ. എന്താണ് നീ പറഞ്ഞത്? നായർ അസോസിയേഷന്റെ എഗ്രിമെന്റ് കത്തിച്ചു കളഞ്ഞു. അത് ഞാൻ പോയി ഒട്ടിച്ചു കൊടുക്കണം. അതല്ലെന്ന് ജഗ, നീ ഇറങ്ങണം. ജഗ നീ എവിടെ എന്തെടുക്കാ? ജഗോ നീ എവിടെ എന്തെടുക്കാണെന്ന്? നീ ഉറങ്ങാൻ പറഞ്ഞ്. നീ ഉറങ്ങണമെന്നല്ല, നീ ഇറങ്ങണമെന്ന് പറഞ്ഞു. എന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കൂ. ജഗ നീ പോയി 6ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോ ഞാൻ അവിടെ വരും. 4ാമത്തെ പെഗിലെന്നല്ലേ? അല്ല, 1-2 കൂടുതൽ അടിക്കാനാടാവേ. നീർപ്പണി നീ വേഗം വാ, ഞാൻ സാധനം എങ്ങനെ ഒപ്പിക്കാം കേട്ടാ. ഇവന് ബിവറേജ് പോയി സാധനം ഒപ്പിക്കണം. അവൻ വരണം. ശംഭോ മഹാദേവ. എനിക്കറിയാം ജഗം വരുമെന്ന്. ജഗ എനിക്ക് വേണ്ടി നീ കളിക്ക്. ജഗ ഒന്ന് തിരിഞ്ഞു വാടാ. ഞാൻ കണിമംഗലം കോവിലത്തെ 6ാം തമ്പുരാൻ ശംഭോ മഹാദേവ. അമ്മേ ജഗനായിട്ട് ഇവിടെ സത്യനാണ് നീ കളിക്കുന്നത്. സത്യനല്ല, ഇലക്കി പിടിച്ചതാണ്. അയ്യോ 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 അയ്യോ. ആദ്യമേ പറയണ്ടേ ചെയ്യുമ്പോ ഇങ്ങനെ കയറി പിടിക്കാനായിട്ട് എന്നോട് പറഞ്ഞു. ഡയലോഗ് ഒന്ന് പറയടാ. എന്തിനാ നന്ദാ നീ എന്നെ വിളിച്ചത്? എടാ എബി മാത്യു എന്നെ വിളിച്ചിരുന്നു. നീ ഇറങ്ങി നടന്നപ്പോൾ അവൻ അടങ്ങി. പറ നിനക്ക് ഞാൻ എന്ത് തരും? എനിക്കൊരു 500 രൂപ വേണം. ഒരര മേടിക്കുന്നു, അടിക്കുന്നു, ഈ രാത്രി ടൗൺ മുഴുവൻ കിടന്ന് കറങ്ങുന്നു. അത്ര മാത്രം. ഇല്ല, ഇന്ന് ഈ രാത്രി നീ എവിടെയും പോകുന്നില്ല. ഞാനും നീയും കൂടി ഒരു ഫുൾ എടുത്ത് അടിച്ച് ബോധം കെട്ട് വീണ് എന്റെ കൂടെ ബെഡിൽ ഞാനും നീയും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. എന്ത് വൃത്തികെട്ട വർത്താനോടാ നീ പറഞ്ഞത്? നീ അതിനൊക്കെ വേറെ ആളെ നോക്കിക്കോണം. ഒരുമിച്ച് കെട്ടിപ്പിടിച്ചെടുക്കാന്നാ മദ്യം തന്നിട്ടാ? എടാ പോടാ. നീ ജഗന്നാഥനാവടാ. എന്താ എനിക്ക് ഒരു സംഭവം വേണം. 250 കോടിയുടെ ആസ്തി ഉണ്ട് എന്റെ കൂട്ടുകാരന്. അതിൽ കൂടുതൽ എന്താണെങ്കിലും ആവാണെങ്കിൽ നീ കുറച്ച് സമയം എനിക്ക് തരണം. പറ നിനക്ക് എന്ത് വേണം? എനിക്കിത് വേണം. ഈ റിമോട്ടാ? എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ഇതാണ്. ജഗ ഇതെന്താ ഇത്? ഇത് എന്റെ കോവിലകം. ഇതാണ് 4 കോല് മാത്രമുള്ള ഇതിനകത്ത്. ഇതാണ് നിനക്ക് വേണ്ടത്? നന്ദാ എനിക്ക് എന്തായാലും അത് കിട്ടിയേ പറ്റൂ. എടാ കോടിക്കണക്കിന് ആസ്തി എന്റെ കയ്യിലുണ്ട്. നീ ഈ പറഞ്ഞ കോവിലകം ഞാൻ നിനക്ക് വാങ്ങിത്തരും. നേരാണ്? നേരാണ്. പറഞ്ഞു പറ്റിക്കോ? പറഞ്ഞു പറ്റിക്കൂല. പറഞ്ഞു പറ്റിച്ചാ നീ പറ്റിക്കണവനാണ്. ഞാൻ നാട്ടിലിറങ്ങി പറയും. അറിയാല നിനക്ക് ഞാനത് മേടിച്ചിറങ്ങി നടക്കുന്നത്. ഇതാരാ? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? എന്താ കാണിക്കുവാ? ഇത് കപ്പയും മീൻകറിയായിരുന്നു എന്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടി. ഞാൻ വേണമെങ്കിൽ ചോദിച്ചാൽ പോലെ എന്തിനാ ഈ കൈയിട്ട് നടക്കുന്നത്? അന്ന് പറഞ്ഞിട്ട് പാടില്ലേ? ഉണ്ണിമായ അല്ലേ? അയ്യോ അങ്ങനെ പറയരുത്. പിന്നെ എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും ഉണ്ണിമായാന്ന്. അപ്പൊ ഞാൻ കണ്ണിമാങ്ങന്നോട് കോമഡി അടിക്കണം. അത് അടിക്കാനായിട്ട് ഞാൻ ജഗദീഷല്ല, ജഗന്നാഥനാണ്. ഈ കോലം മേടിച്ച ആളിനെ ഒന്ന് വിളിക്കൂ. എന്തിനാ? ഞാൻ അത് നേരിട്ട് പറഞ്ഞോളാം. എന്താ രഹസ്യ? ഞാൻ അറിയാത്ത രഹസ്യ? പരസ്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന് മുമ്പ് പോയി വിളിക്കണോ? അതെ, ഈ ഉണ്ണിമായ എന്ന് പറയുന്ന കൊച്ചു വന്നിട്ടുണ്ട്. എന്തോ കണ്ണിമാങ്ങ വേണമെന്നോ, അല്ലെങ്കിൽ ഉണ്ണിമായ വന്നിട്ടുണ്ട്, ഉണ്ണിമായൊക്കെ കുറച്ച് കണ്ണിമാങ്ങ മേടിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. എന്താണ് പേര്? ഉണ്ണിമായ. കണ്ണിമാങ്ങ. ഈ ഒരു കൗണ്ടർ പറഞ്ഞത് കേൾക്കാതെ ഒരാൾ പുഴുങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. വേറൊരാൾ നന്നേക്കുവാ. ഇയാളാരാ? ഞാൻ ഈ കോവിലകം വാങ്ങിയ ആളാണ്. 250 കോടിയുടെ ആസ്തിയുണ്ട് ഈ നന്ദന്. ഞങ്ങളുടെ അവിടെ 50 രൂപ കൊടുക്കുവാണെങ്കിൽ ചട്ടി നിറയെ കിട്ടും. അതും ഐസ് ഇടാത്ത. എന്തെന്ന്? നന്ദൻ. നന്ദനാ? മീനല്ലേ? മീനല്ല, ഞാൻ പേര് പറഞ്ഞാണ്. 250 കോടിയുടെ ആസ്തിയുണ്ട് ഈ നന്ദന്. ഞാനാണ് ഈ കോവിലകം വാങ്ങിയ ആള്. അപ്പൊ ഇവിടെ
ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ട് പോയല്ലോ കോവിലം മേടിച്ച ആളിനെ വിളിക്കാന്ന്. അത് ജുബ്ബ മാറാൻ വേണ്ടി പോയതാണ്. ഇനി ഷർട്ട് ഇട്ട് വരും, ഞാനാണ് തമ്പുരാനെന്ന് പറഞ്ഞോണ്ട്. എടോ ഇയാൾക്ക് 250 കോടിയുടെ ആസ്തിയൊക്കെ ഉണ്ടോ? 250 കോടിയുടെ ആസ്തിയുണ്ട്. 2 കോടി കൂടി വന്നാൽ ഞാൻ 300 കോടിയോ ഞാൻ ഡയറിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കണക്കുകളൊന്നും കൊണ്ട് ശരിയാവുന്നില്ല. കണക്ക് കൂട്ടൽ ഒരിക്കലും തെറ്റാറില്ല ഈ നന്ദന്, മനസ്സിലായോ? ഇയാൾക്ക് വല്ല ബിസിനസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും? ഞാൻ ജഗന്നാഥൻ തമ്പുരാൻ. ഒരു മിനിറ്റ്, ഞങ്ങൾ ഈ കണക്കിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. പറ, ബിസിനസ്? ഇയാൾക്ക് വല്ല ബിസിനസ് വല്ലതും ഉണ്ടോ? നൂഡിൽസിന്റെ ബിസിനസ് ഒക്കെ എനിക്കുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ബിസിനസ് ഒക്കെ എനിക്കുണ്ട്, മനസ്സിലായോ? ഞാൻ ജഗന്നാഥൻ തമ്പുരാൻ. ഞങ്ങൾ കേട്ടാ പിന്നെയും പിന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇല്ല ഞാൻ കേട്ടില്ല. ഇയാടെ തള്ളിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ. ഞാനാണ് കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ. നിർത്തിക്ക, നീ ഇവിടെ ജഗന്നാഥൻ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നാ? ഒരാളും പറഞ്ഞില്ല, പിന്നെ നീ എന്തിനാ പറഞ്ഞത്? സത്യത്തിൽ നിങ്ങൾ ആര് ഈ കോവിലൊക്കെ മേടിച്ചത്? ഞാനാ മേടിച്ചത്. അതിന്റെ പൈസ കൊടുത്തത് ഞാനാ. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നത്? കോവിലകം മേടിച്ച ആളെ കാണാന്ന് പറഞ്ഞു. ഞാൻ വന്നു, കണ്ടു, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. എടാ നീ ഇപ്പഴല്ല വരണ്ടെന്ന്. പിന്നെ എടാ ഞാൻ ഇവളെയും പിടിച്ചിട്ട് അങ്ങോട്ട് നിക്ക് പെണ്ണുപിള്ളേ പറയണേ. ഞാൻ ഈ പെണ്ണിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോ നീ ഇവിടുന്ന് വിളിക്കണം, തമ്പുരാൻ എന്ന് വിളിക്കണം. അപ്പോഴാണ് കയറി വരേണ്ടത്, അല്ലാണ്ട് ഇവിടെ അല്ല ഈ ഡയലോഗ് പറയേണ്ടത്. 250 കോടിയുടെ ആസ്തികളെ ഞാൻ നിന്റെ മുഖത്ത് നോക്കി തമ്പുരാന്ന് വിളിക്കണം. ഒന്ന് പോരാ. 150 തമ്പുരാനോട് 250 വന്നപ്പോൾ ഞാൻ പറയണ്ടല്ലോ. ആര് കോവിലകം മേടിച്ചാലും വേണ്ടില്ല, ഞാനും എന്റെ അച്ഛനും ഇവിടുന്ന് ഇറങ്ങില്ല. കൊച്ചിനോട് ഇറങ്ങാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ആ കറങ്ങണ തമ്പുരാൻ. കറങ്ങണ പമ്പരോ? ആ കറങ്ങണ തമ്പുരാൻ. കറക്കം നിർത്തി. നീ കൊച്ചിന്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞാ? എന്തിനാണ് അവർ എന്റെ വീട്ടിൽ കിടക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന്. 250 കോടിയുടെ ആസ്തി എനിക്കുണ്ട്. ഈ തറവാട് എന്റെയാണ്. നീ എപ്പം പോകും? നെയ്യപ്പം കഴിച്ചാൽ അപ്പ പോകും. നെയ്യപ്പം കഴിച്ചാന്നല്ല, നീ എപ്പോ പോയാലും ശരി, നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. എടാ എബിബാത്തിന് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റല്ലെന്ന് ഓർക്കണത്. അല്ല, ആര് എബിമാത്തി ആരാണ്? ഇവന്റെ പെങ്കട മോൻ. ഇങ്ങനെ ഒരു വഷളേറിയ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ മുതുകത്ത് കയറി ഇരുന്നിട്ട് ഈ ആനകളിയാണ്. ഇതുകൊണ്ടാ മുട്ടൊക്കെ തൊലിയില്ല എനിക്ക്. നിങ്ങളോട് സംസാരിച്ചോണ്ട് നിൽക്കാൻ എനിക്ക് നേരെയില്ല. അച്ഛനെ കൊണ്ട് പാലക്കാട് ഹോസ്പിറ്റലിൽ പോണം. അച്ഛൻ ആടുന്നൊരു പല്ലുണ്ട്. പാടുന്നൊരു പല്ലുണ്ടോ? അച്ഛൻ ആടണ ഒരു പല്ലുണ്ടെന്നാ പറഞ്ഞത്. എന്തിനാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പോകുന്നത്? രഘുവല്ല, ജഗനാണ്. ജഗൻ. പാലക്കാട് ഹോസ്പിറ്റലിൽ പോകണം. പാലക്കാട് ഹോസ്റ്റലിസ്റ്റ്. പാലക്കാട് ഹോസ്റ്റൽ പോലെ നമുക്കിവിടെ സർക്കാർ ആശുപത്രി കാണിച്ചാ പോരെ? തെറ്റാനും പറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവ് സമ്മതിച്ചിരിക്കുന്നു. കുട്ടിയുടെ അച്ഛനാണ് സമ്മതിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും ആടുന്ന പല്ലുകൊണ്ട് അദ്ദേഹം പാടുന്നുണ്ടല്ലോ. അപ്പനെന്ന് പേരുള്ള അത് പറയണ്ട. ഇപ്പൊ പറയാനുള്ള ഡയലോഗ് പറ. ഓ സുഭദ്രമ്മ, ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരാളുണ്ടല്ലോ. അത് നീയാണ്. നീ എന്താ എല്ലാം തെറ്റിച്ചു? ആർക്കും ഇവിടെ നിന്നെ ആർക്കും വേണ്ട ഇവിടെ. അതല്ല, ഒരു പ്രായമുള്ള സ്ത്രീ ഇവിടെ ഉണ്ടല്ലോ. എന്റെ സുഭദ്രമ്മ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പോലും പറയാതെ തറവാട്ടിൽ കണ്ണീരൊഴുക്കി കഴിയാ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. നിന്റെ ഇവിടെ പാട്ട് പാടാൻ ആരും പറഞ്ഞാറ? ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണ്? ഇതിനകത്ത് ഇത്ര നേരിട്ട് ഒരു പാട്ട് വന്നാ ഇത് 100 കോടി ക്ലബിൽ കയറേണ്ട പടമാണോ? 250 കോടി ലാസ്റ്റ് ഉണ്ട് എന്റെ കയ്യിൽ. ഒറ്റ അടിച്ചടി പിടിച്ചതാണ്. 250 കുറെ നേരെ പറയുന്നത്. ഒന്ന് പോയാ അവിടുന്ന്. ഈ സുഭദ്ര കുഞ്ഞമ്മ എവിടെയുണ്ട്? തറവാടിനകത്ത് ആരോടും ഒന്നും മിണ്ടാതെ ബ്രെഡും പഴവും കഴിക്കും. പിന്നെ എങ്ങനെ മിണ്ടാനായിട്ടാണ്? ഞാൻ ഈ 250 കോടിയുടെ കഥ അവിടെ പോയി പറഞ്ഞുതരാം. 250 കോടി ആസ്തി ഉണ്ട് എനിക്ക്. തമ്പ്രാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും എന്റെ അച്ഛനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. മോളോ ഞാൻ വിളിയേക്കും. ആ കളി എന്റെ അടുത്ത് നടക്കിയത്. മോളെ ബോംബെ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ മുംബൈ എന്ന് പറയും. അയ്യോ, അത് ഞാൻ പറയേണ്ട സംഭവമാണ്. അന്ന് മുമ്പ് കയറി അടിച്ചല്ലേ. അവിടെ താരാളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ധാരാവി, അതും കേട്ടിട്ടുണ്ട്. അല്ല, ഈ അറിയാൻ പാടത്ത് ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? എന്തിനാ? ഒരു കിടുക്കൻ കഥ ഞാൻ പറഞ്ഞുതരാം. തമ്പുരാൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അവിടുത്തെ ഒരു ചേരി ഒരൊറ്റ രാത്രി നിന്ന് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. വൃത്തിയേട് അതല്ലെന്ന്, ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ എന്നെ സംബന്ധിച്ചോളം എന്താ? ആ എന്നെ സംബന്ധിച്ചോളം അതെന്തുവാ? അത് അവിടെ മാത്രമുള്ള സംഭവമാണ്. ഈ ചോളം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം. ഗംഭീര സാധനമാണ്. സബ്ജക്റ്റിൽ നിന്ന് മാറുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ. മോളെയും അച്ഛനെയും ഒരു പൂ പറിക്കുന്ന പോലെ ഞാൻ എടുത്തു കളയും. അത് വിട്, എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാനും ഈ ജയിലും പോലീസും ഒക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെ? അതെന്തോന്നറിയാമോ? ഞാൻ കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മൂക്കുത്തി കുളത്തിൽ അങ്ങ് കളഞ്ഞു പോയി. അപ്പൊ അതിന് പകരം ആ തുള അടയാതിരിക്കാൻ ഞാൻ ഒരു ചെടിയുടെ തണ്ട് ഒടിച്ചിട്ടായിരുന്നേ. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്ത് പറ്റി? കഞ്ചാവിന്റെ തണ്ടായിരുന്നു എടുത്തിട്ടത്. മൂക്കിനകത്ത് കഞ്ചാവ് കൃഷി നടത്തുന്നു പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ട് പോയി. ഇന്നലെയാ വിട്ടത്. അപ്പൊ ഏകദേശം നമ്മൾ രണ്ടുപേരും ഒരു റൂട്ടിൽ പോകേണ്ട ടീമാണ്. മനസ്സിലായില്ല? തുലാമാസ രാത്രിയിൽ ഒരു പുതുപ്പിന്നിൽ കിടക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എനിക്കൊരു പെണ്ണിനെ വേണം.
ഈ ഡയലോഗ് ഇപ്പൊ ഇവിടെ എന്തിനാ പറഞ്ഞത്? ചുമ്മാ കിട്ടിയല്ലേ, ഒന്ന് ഇടക്കൊന്ന് വളച്ചു നോക്കിയതാ കിട്ടണ പോരട്ടെന്ന് വെച്ചിട്ട്. ഇനി നാവ് നോക്കി നീ സംസാരിച്ച ചൂലെടുത്തടിക്കും ഉണ്ണിമായ. രണ്ട് അച്ഛനെ മോളെ ഞാൻ ഇവിടെ ചവിട്ടി ചാത്തും പാതാളത്തിലേക്ക്. അറിയാലോ എന്നാ? ആഹാ. സംഗീതം എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയോ തനിക്ക്? പാട്ട്, ഗാനം, മ്യൂസിക്. എന്റെ അടുത്ത് കളിയൊന്നും പണം കൊണ്ട് കോവിലകം വാങ്ങാം. 100 കൊല്ലം ഒറ്റക്കാലി തപസ് ചെയ്താൽ 7 സ്വരവും ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ കഴിയോ തനിക്ക്? ഇവിടെ ഒറ്റക്കാലിൽ നിന്ന് നിക്കറിടാൻ പറ്റുന്നില്ല. അടുത്തേക്കാണ് 100 കൊല്ലം. ചുരുക്കി പറഞ്ഞ സംഗീതം അറിഞ്ഞുകൂടാ. സംഗീതം പഠിക്കണ മോഹവുമായി ചെന്നെത്തിയത് മുംബൈയിൽ ഷാരൂഖ് ഖാന്റെ മുന്നിൽ. ഷാരൂഖ് ഖാനൊക്കെ സംഗീതം പഠിപ്പിക്കാൻ അറിയില്ലേ? കാര്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഹാർമോണിയെ പെട്ടി പാടാൻ വേണ്ടി പോവല്ലേ? നിന്നോടിപ്പൊ പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞ കുഞ്ഞിരാമ. അയ്യോ, ഇത് ഈ സിനിമയിലല്ല. സിനിമ മാറി പിടിച്ചേ. ഇവിടെ പിടിക്കും. ഇതെന്താണ്? സിനിമ മാറിപ്പോയി. എനിക്കിപ്പോ മനസ്സിലായി യഥാർത്ഥത്തിൽ കുരങ്ങന്റെ കയ്യിൽ പൂമാലയിരുന്ന് എങ്ങനെ ഇരിക്കുന്ന. എന്താന്ന് വെച്ചാ ചെയ്തോളാം, ഞാൻ പോവാ. അയ്യോ, അതെ, എന്തിനാ ഓടിയെന്തിനാണ്? അണയ്ക്കാൻ വേണ്ടി ഓടിയതാ. എവിടെ തീ പിടിച്ചിട്ട്? തീ പിടിച്ചിട്ടല്ല, ഓടുമ്പോ നമ്മൾ അണയ്ക്കൂലേ, അവിടെ കിടന്ന് ഓടാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ കിടന്ന് ഓടിയത്. അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങല്ലേ, എന്റെ തല കറങ്ങിയിട്ട് പാടില്ല. നീ മോഹൻലാൽ അവിടെ. സംഗീതം അനന്തസാഗരമാണ്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം. ഇനി പാടാൻ വേണ്ടി പോണം. മാറിക്കേ, മാറ്. പാടാല്ലേ? ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീ. എന്താടാ അമ്മ? എടാ എന്താടാ? അയ്യാ, നിന്നെ തേടി മാപ്പാക്കണം, ഇനി പരീക്ഷിക്കരുത്. ഞാനും എന്റെ അച്ഛനും ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. ചേരിയിൽ പല ആൾക്കാരും ഒഴിവാക്കി വിട്ടത്. ഇത്ര ക്രൂരമായിട്ടോ? ഇത്രയില്ല, 2 വരി പവർമുഖം എല്ലാവരും കെട്ടും പ്രമാണമൊക്കെ എടുത്ത് പോകും. ഇവനെ ഒഴിവാക്കി വിട്ട് ചേരുണ്ടല്ലോ. ഇപ്പൊ ആരും രണ്ടോടെ കിടക്കരുത്. ഞാൻ ഇറങ്ങുകയാണ്. നിക്ക് നന്ദ, നീയാണ് ഈ വീട്ടിലെ തന്ത. അല്ല, നീയാണ് ഇവിടുത്തെ തമ്പാൻ. തമ്പാനാ? അണച്ചിട്ട. നീയാണ് ഇനി ഇവിടുത്തെ തമ്പുരാൻ. ഞാൻ പോവാ. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല നന്ദ. ഞാൻ ഇവളുടെ അച്ഛനെ മാത്രം. വരട്ടെ. അങ്ങനെയല്ല എന്റെ കൂടെ. അല്ല, 250 കോടി. അതൊക്കെ പോയാ കണ്ടു പറഞ്ഞേ. ഇനിയൊരു സംഭവം കേട്ടോ. ഇപ്പൊ നമ്മളെ തിരിച്ചു വിളിക്കാനായിട്ട് അയാളില്ല, അയാൾ പോയി. തിരിച്ചു വിളിക്കടാ. നീ ബോംബെ പോയിട്ട് ഞാൻ ഫോണിൽ വിളിച്ചാൽ മതിയാ? അയ്യോ, അങ്ങനെ തിരിച്ചു വിളിക്ക്. വേറൊരു സാധനം കൂടി ഇടുക, എന്നിട്ട് പോവുള്ളൂ. തമ്പുരാൻ. എത്ര നേരമായിട്ട് കാത്തിക്കുന്നത്, എന്നെ വിളിക്കാൻ വയ്യ. എന്തായാലും നീ എന്നെ വിളിച്ചല്ലോ, ഒരുപാട് സന്തോഷമായിടാ. എടാ, എന്റെ പെങ്ങളുടെ കൊച്ചുണ്ടല്ലോ എബി മാത്യു, അവൻ ബോംബെയിൽ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണെന്ന്. ഒന്ന് വേഗം ചെല്ലടാ. നിന്റെ പെങ്ങളുടെ മോനെ എന്റെ കൈ കിട്ടിയണ്ടല്ല. ശംഭോ മഹാദേവ. കണിമംഗലം കോലോത്തെ ജഗന്നാഥൻ തമ്പുരാൻ ഒരു നല്ല കൈയടി കൊടുക്കാം. ഉണ്ണിമായ്ക്ക് നന്ദനുണ്ട് കേട്ടോ, 250 കോടി ആസ്തിയുള്ള. കുറെ സ്കിറ്റ് കണ്ടല്ലോ. അപ്പം ഏതെങ്കിലും ഒന്ന് ചിരിക്കാതെ ഇരിക്കാന്ന് ഓർത്ത് കഴിഞ്ഞാൽ നടപടിയില്ല. ചിരിച്ച് മെനകടായി പോയില്ലേ, ഭയങ്കര സാധനമായിരുന്നു. പക്ഷെ അതിന് ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ആലോചിച്ചപ്പം നസീർ പറയും, അതിനെക്കുറിച്ച് പറയും. പക്ഷെ അടിപൊളിയായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നടത്തിയത്. ജഗനും
സായികുമാറിനെ വേഷം ചെയ്ത അദ്ദേഹവും സുമിയൊക്കെ ഭയങ്കര റേഞ്ചിലോട്ടോ കളിക്കുന്നത്. ഗംഭീര വേഷം. അല്ല സിനിമയിലൊക്കെ കയറാൻ നോക്ക്. അവിടെ ഇപ്പം മഞ്ജു പിള്ളയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനത്തുള്ള വേഷത്തിലേക്കൊക്കെ വരാൻ പറ്റിയ ആളാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ വല്ലാതെ മോഹൻലാലേ നമ്മുടെ എന്താണ് മേലെപ്പറമ്പിലാണ് വീട്ടില് വിനോദ് ചക്രവർത്തി. ഒരു വിനോദ് ചക്രവർത്തി ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. ചെയ്യാം. എന്നൊക്കെ ചോദിച്ചാൽ മതി. ഓക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ചേട്ടാ ഉഗ്ര സ്കിറ്റായിരുന്നു, നന്നായിരുന്നു. കാരണം നിങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തന്നു. പിന്നെ ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ കുറച്ച് സമയം ഈ പറഞ്ഞ പോലെ നമ്മൾ ചിരിക്കാൻ നമ്മൾ കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്ന പോലെ ഒരു ഫീലുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞ് സുമിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പരിപാടി വേറെ ലെവലിൽ പോയിട്ട് ഉഗ്രനായിരുന്നു. സുമി ഉഗ്രനായിരുന്നു കേട്ടോ. സുമി ഗംഭീരമായിട്ട് സുമി പെർഫോം ചെയ്തു. ആ ഓട്ടോ ഒക്കെ പ്രത്യേകിച്ച് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ ആറാനമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ, ഒപ്പം സായി ചേട്ടൻ്റെ ക്യാരക്ടർ, അതിനോ ഈക്വൽ നിൽക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ക്യാരക്ടേഴ്സ്. അത് മൂന്നും വെച്ചിട്ട് നിങ്ങൾ ഗംഭീരം. മഞ്ജുവിൻ്റെ ക്യാരക്ടറായിരുന്നു സുമി ചെയ്തത്. ഇത് മൂന്നും വെച്ച് നിങ്ങൾ ചെയ്യാവുന്ന പറഞ്ഞ് മത്തക്കറിയും കപ്പ എടുത്ത് അപ്പന് കൊടുക്കാൻ പറ്റിയ കപ്പയും മീൻകറിയാണ്. അവിടെ മുതൽ വേറൊരു പരിപാടിയിലോട്ട് കയറിയിട്ട് ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. മൂന്നുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ തുടക്കം ലാഗുണ്ടായിരുന്നു. നല്ലൊരു സ്കിറ്റ് നമ്മൾ ആസ്വദിച്ച് പറഞ്ഞെങ്കിൽ തുടക്കം നന്നായിട്ട് ബാക്കി ഫോളോ ചെയ്ത് പോയെങ്കിൽ ഒരു രസം ഉണ്ടാവുകയുള്ളൂ. തുടക്കത്തിലെ മനസ്സൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ഏക്കാൻ ഇച്ചിരി പാടുവരും. പക്ഷെ അത് നിങ്ങൾ ചെയ്തില്ല. രണ്ടാമത്തെ പോർഷൻ ചെയ്തപ്പോൾ സംഭവം ഏൽപ്പിച്ചു. അതെ, ഏൽപ്പിച്ചില്ലായിരുന്നു ഇത് ചീഞ്ഞനെ വട്ടം പൊളിഞ്ഞനെ. അതെ, സ്കിറ്റ് 3 പേരും കൂടെ അത് ഉള്ളത് ഓണം പൊളിയെന്ന് പറഞ്ഞ പോലെ തൃപ്തിയായി. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ട്. താങ്ക് യു നസീർക്ക. അപ്പോൾ നമുക്ക് മാർക്സ് വാങ്ങിക്കാം അല്ലേ? ആദ്യം നസീർക്കാൻ തുടങ്ങാം. എത്രയാ മാർക്ക്? ഞാനൊരു 8 പോയിന്റ് കൊടുക്കുന്നു. 8,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 8 മാർക്ക് കൊടുക്കുന്നു. 16,000 രൂപ കിട്ടിയിട്ടുണ്ട്. ആഫ്രിക്ക ടോട്ടൽ നമുക്ക് കൊടുക്കണല്ല. ഞാൻ കൊടുക്കണല്ല. അവരൊക്കെ ഒരുപാട് ചെലവുള്ളതാണ്. പിന്നെ സ്കോർ ചെയ്തെന്ന് പറഞ്ഞില്ല, അതും തെറ്റിച്ചില്ലേ? അല്ല തെറ്റിച്ചല്ല, അതും കുറച്ച് ചെറിയൊരു അതിനൊരു 750 രൂപ കുറച്ചിട്ട് ബാക്കി വെക്കാം. അതൊരു ഒരു ജഗന്നാഥൻ ഞാൻ നല്ല വയറ് നിറച്ചു. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഇപ്പൊ വരും 35,000 രൂപ. അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അതുവരെ റെസ്റ്റ് എടുക്കുക. അടുത്ത സ്കിന്നിന് വേണ്ടി പ്രിപ്പയർ ചെയ്യൂ. ഓക്കെ, ബൈ. ഐ സുമി. അമ്പലവും ഉത്സവവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സൈഡിൽ കൂടെ വഴിപാടും അതിന്റെ രീതിക്ക് നടക്കണമല്ലോ. ഒരു ഫാമിലി വന്ന് ഇപ്പോണ്ടേ. എന്തിനാ അത്? തുലാഭാരം നടത്തട്ടെ. അപ്പം കുഞ്ഞിന്റെ ഒരു നേർച്ചയാന്നാ പറഞ്ഞേ. നടത്തിക്കോട്ടല്ലേ? പിന്നെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ എല്ലാവർക്കും നമ്മളായിട്ട് തടസ്സം നിൽക്കണ്ടല്ലോ. ഉരുളി കമഴ്ത്തി ഉണ്ടായ കുഞ്ഞ. അയ്യോ, അപ്പൊ തീർച്ചയായിട്ടും നടത്തണം. അപ്പൊ ഞാൻ അവരിങ്ങോട്ട് ഉരുളി കമത്തുന്ന വെടി വഴിപാട് അങ്ങനെയുള്ള അതിന് വരുന്ന ആൾക്കാരെല്ലാം ചോദിക്കണ്ടോ? നീ വിളിച്ചോ, അവരെ വിളിച്ചോ? ഞാനിങ്ങനെ അവരിങ്ങനെ വിളിച്ചോട്ടെ. തുലാഭാരം നടത്തുന്ന ക്ലാസ് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കണോട്ടോ. ഓ, നിങ്ങളിങ്ങ് പോരേട്ടോ. വായോ. താലപ്പൊലി എടുത്തു നിൽക്കുന്ന സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ സംസാരം കുറയ്ക്കുക. നിങ്ങളുടെ സംസാരം കാരണം കാശ് ചിലവാക്കി വിളിച്ച ചെണ്ടമേളം പുറത്ത് കേൾക്കുന്നില്ല. അമ്മേ ശരണം, ദേവി ശരണം. ഓ, ഈ അച്ഛനും മോനും ഇത് എവിടെ പോയി കിടക്കുവാ? കാണുന്നുമില്ലല്ലോ. ഓ, എന്തോ ചെയ്യാനാ. ശൈലജ ഒന്ന് വിളിച്ചേക്കാം. എടി ശൈലജേ. എടി ഞാനാടി. നീ എവിടാടി? ഞാൻ നിങ്ങളുടെ അടുത്തേ ശ്രീഭദ്ര ക്ഷേത്രത്തിൽ വന്നടി. മോനൊരു നേർച്ച ഉണ്ടായിരുന്നു. പഞ്ചാരം കൊണ്ടൊരു തുലാഭാരം. പഞ്ചാരം ചാക്കും ഒക്കെ ഉള്ളോണ്ടേ ഞങ്ങൾക്ക് 3 പേർ കൂടെ ബൈക്കേ വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ ബസ്സിനിങ്ങ് വന്നടി. അവര് പുറകെ വരുന്നുണ്ട് പഞ്ചാരം ചാക്കും കൊണ്ട്. ഇനിയിപ്പോ തുലാഭാരം ഒക്കെ നടത്തിയിട്ടേ ഉത്സവമൊക്കെ കണ്ടിട്ട് അങ്ങ് പോകാമല്ലോ.
ഈ കുരുത്തം കെട്ടവനെ ഇന്ന് ഞാൻ അറിയുന്ന ഇവനെ. എന്തുവാ ചേട്ടാ ഇത്? നല്ലൊരു കാര്യം നടത്താൻ വന്നിട്ട് ഇവിടെ ഇവിടുത്തെ തല്ലുവാണോ? എടി ഇവൻ എന്താ പണിയാ കാണിച്ചത് നിനക്ക് അറിയാവോ? എന്തോ കാണിച്ച്? എടി ഇവനും ഞാനിവിടെ സുധാകരന്റെ കടലോട്ട് ചെന്ന് അവിടുന്ന് ആ ബംഗാളി ഞാനിവിടെ പഞ്ചാര ചാക്ക് വണ്ടിയുടെ പുറകിൽ വെച്ച് ഇവനെ അതിന്റെ പുറകിലിരുത്തി നേരെ വരുന്ന വഴിക്ക് കൊതിമൂത്ത് ഇവൻ ഈ പഞ്ചാര ചാക്ക് വിരൽ കൊണ്ട് തുളയിട്ട് അത് മൊത്തം തിന്നു നോക്കി. റോഡ് നീളെ പഞ്ചാര വീണ് ഇവിടെ വന്നപ്പോ കാലിച്ചാക്ക് മാത്രം. തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോ ഗൂഗിൾ മാപ്പ് നോക്കണ്ടല്ലോ, പഞ്ചാര നോക്കി അങ്ങ് പോയാ പോരെ. ഏത് നേരത്താടി? ആ സമയമൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണ്. അമ്പലമുറ്റമായി പോയി, അല്ല ഇതിന് മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞേന്. ദൈവമേ, ഉരുളി കമത്തി ഉണ്ടായ ചെറുക്കനാ. കമത്തിയപ്പോ നല്ല ഉരുളി കമത്തണമായിരുന്നു. പായസം വെച്ച ഉരുളി എടുത്ത് കമത്തി ഉണ്ടായി കൊച്ചന് പഞ്ചാരയുടെ ഇത്ര ആക്രാന്തം. എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ തുള്ളാതെ. പഞ്ചാര കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് തുലാഭാരം നടത്തണം. അത് പോയിന്റ്. അല്ലേലും ആ പഞ്ചാരക്ക് മധുരമില്ലായിരുന്നു. മധുരമില്ലായിരുന്നു? ആ ഈ പഞ്ചാര ചക്കരയൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. എന്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് വല്ല കുഴിമന്തിയോ ഷവായിയോ അൽഫാമോ വെച്ച് നമുക്ക് തുലാഭാരം ചെയ്താലും. എന്നടി അമ്പലത്തിൽ അൽഫാം കയറ്റാൻ തുടങ്ങുന്നു, നീ ഇവിടെ കലഹം ഉണ്ടാക്കോളാ. ചേട്ടാ, തൽക്കാലം നമുക്ക് പഴം കൊണ്ട് തുലാഭാരം ചെയ്താലോ? അതിന് പഴം എന്തിയേ? ഇച്ചിരി നേരത്തേക്ക് നിങ്ങൾക്ക് അത്ര ആശയിലോട്ടൊന്ന് കേറിയിരിക്കാൻ വയ്യായോ? എല്ലാം എന്റെ തെറ്റാ, എന്നെ പറഞ്ഞാ മതി. ആടുജീവിതം എന്റെ ജീവിതം നശിപ്പിച്ചത്. ആടുജീവിതം. അതിന് നിങ്ങൾ എപ്പോഴാ മരുഭൂമി പോയത്? മരുഭൂമി പോയിട്ടല്ല, നിന്നെ എന്നെന്റെ ജീവിതത്തിലോട്ട് ആഡ് ചെയ്തോ ആ ആട് ജീവിതം എന്റെ ജീവിതം നശിപ്പിച്ചത്. ഈ തുലാഭാരം നടത്തിയില്ലെന്ന് പറഞ്ഞ അച്ചാച്ചി കിടന്ന് ടെൻഷൻ അടിക്കാതെ ഒരിക്കലും തുലാഭാരം നടത്താൻ പറ്റാത്ത ആള് ഈ കേരളത്തിലുണ്ട്. അതാരാ? മാരാര് കേട്ടിട്ടില്ലേ? മാരാതിരിക്കുന്ന തട്ട് താന്ന് കണ്ടിരിക്കും. പിന്നെ അങ്ങനെ തുലാഭാരം ചെയ്യാനാ? നീ കൊച്ചുവായി വലിയ വർത്താനം പറയല്ലേ. ഞാൻ ഊറ്റൂർമി ഉണ്ടാക്കിയ കാശ് കൊണ്ടാ ഞാൻ പഞ്ചാര മേടിച്ചത്. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മയുടെ ചാനല്. ചാനലോ? അല്ല, യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ കാശാന്ന് പറഞ്ഞു. എടാ, യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയെന്നല്ല, ഊറ്റുരുമി ഉണ്ടാക്കിയ കാശാന്ന്. ദൈവമേ, 10 മാസം നൊന്ത് പ്രസവിച്ച ചെറുക്കനാ. അത് വിട്, 10 മാസം നൊന്ത് കാണത്തില്ല. പ്രസവിക്കാൻ കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് നൊന്ത് കാണും. അതിന് ഇത്ര വേണ്ടായിരുന്നു വേണ്ടായിരുന്നു. അത് ഇപ്പഴല്ലേ ഓർക്കേണ്ടത്, 5 കൊല്ലം മുമ്പ് ഓർക്കണമായിരുന്നു. അതല്ല, ഈ തുലാഭാരം വേണ്ടായിരുന്നു. അതായിരുന്നു. ഇനിയിപ്പോ ഇച്ചിരി പഞ്ചാര കിട്ടാൻ എന്താ വഴി? പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഞാൻ ഒക്കെ ആയിരുന്നു. അതല്ല, നിങ്ങൾ റേഷൻ കടക്കാരനെ ഒന്ന് വിളിച്ചേ. അയാളൊരു മുരുടനാ, ഞാൻ വിളിച്ചാൽ അയാൾ ഫോൺ എടുക്കത്തില്ലെന്ന്. എന്നാ പിന്നെ ഞാൻ അങ്ങ് വിളിക്കാം. നീ ഒന്ന് വിളി. അയാള് ഇപ്പൊ കണ്ടോണേ ചാടി എടുക്കും. ഹലോ, പാപ്പിച്ചായ, എന്തോ പഞ്ചാര ഉണ്ടോ? പഞ്ചാരയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊന്നും കാണാനുള്ള കണ്ണില്ലല്ലോ. അതല്ല, പഞ്ചാര വന്നോന്ന്. പഞ്ചാരയൊക്കെ വന്നു, പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്കില്ല. മണ്ണെണ്ണ മതിയോ പകരം? വേണ്ടപ്പ ഞാൻ വിളിച്ചോളാം. ഞാൻ വീട്ടിലെത്തിക്കാം. ഇച്ചിരി പഞ്ചാരക്ക് വിളിച്ചതാ, അപ്പൊ അയാൾ മുടിഞ്ഞ പഞ്ചാര. അച്ചാച്ചി, അപ്പൂപ്പനടുത്ത് അപ്പുറത്തെ തട്ടിലോട്ടൊക്കെ ഇരിക്കാലോ. എന്തോത്തിന്? അല്ല, ഷുഗർ കൂടി ഇരിക്കുവാണല്ലോ. ആ ഷുഗർ കൊണ്ട് അങ്ങനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. എടി എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, നിനക്ക് ഈ പഞ്ചാര നേർന്ന സമയത്ത് വല്ല ഉണ്ട ശർക്കര വല്ല നേരാൻ വയ്യായിരുന്നോ? എന്തിനാ? അതാകുമ്പോ ഈ വണ്ടിപ്പുറത്ത് നിന്ന് തുറന്നപ്പോ താഴെ പോത്തുമില്ലായിരുന്നു. 2 ഉണ്ട ഇവന്റെ തൂക്കം നിന്നേനെ. ചേട്ടാ, അതുകൊണ്ട് ആരാണ്ട് തുലാഭാരം നടത്തിയതിന്റെ ബാക്കിയാന്ന് തോന്നുന്നു. 4 ഉണ്ട നടപ്പന്തല് കിടക്കുന്നു. എന്നാലും എന്റെ ചേട്ടാ, ഇച്ചിരി പഞ്ചാര മേടിക്കാനുള്ള കാശൊന്നും നിങ്ങളുടെ കയ്യിലില്ലയോ? എന്റെ മനജേ, നുള്ളി പെറുക്കി ഒരു 5 കിലോ പഞ്ചാര മേടിക്കാം. എന്നാ 5 കിലോക്ക് ഇന്ന് തൂക്കാം, ബാക്കി അടുത്ത ആഴ്ച വന്ന് തൂക്കിയാ മതിയെന്ന് എന്ന് ചോദിച്ചേ. വേണ്ടടി, ദൈവം എടുക്ക, ഇൻസ്റ്റാൾമെന്റ് കച്ചവടം നടത്തുന്നു. നിങ്ങളുടെ കടയിൽ സുധാകരനാണല്ലോ വിളിക്കുന്നത്. എന്തോ സുധാകരണ്ണ? ഹലോ രാജീവ, ചെറിയൊരു അബദ്ധം പറ്റി. എന്താ? കടയിൽ നിൽക്കുന്ന പുതിയൊരു ബംഗാളി പയ്യനാ. അവൻ പഞ്ചസാര ചാക്കെന്ന് പറഞ്ഞ് ബൈക്കിലെടുത്ത് വെച്ച് വന്നില്ലേ, അത് പഞ്ചസാര അല്ല, റവയായിരുന്നു, റവ ചാക്കായിരുന്നേ. ഞാനൊരു പയ്യന്റെ ഇപ്പൊ അങ്ങോട്ട് കൊടുത്തയക്കാം പഞ്ചാര, നീ പേടിക്കണ്ട. ശരി അണ്ണാ, ഓക്കെ. വിളിച്ചേ? നമ്മുടെ സുധാകരനാ വിളിച്ചത്. അവിടെ നിന്ന് ബംഗാളി നമുക്ക് പഞ്ചാര ചാക്ക തന്നു വിട്ടതേ, റവ ഇരുന്ന ചാക്കാന്നു. ഞാൻ അപ്പഴേ പറഞ്ഞ പഞ്ചാരക്ക് മധുരം ഇല്ലായിരുന്നു. ചേട്ടാ, ആ പഞ്ചാരം കൊണ്ട് വരുമ്പോഴത്തേക്കിനെ നിങ്ങൾ എന്നാ ശത്രു സംഹാര പൂജയുടെ രസീത് ഒന്ന് എടുത്തോണ്ട് വാ. ശത്രു സംഹാര പൂജ 6 പേര് നടത്തണം. സുമതി, നാളെ എനിക്കറിയത്തില്ല. എന്തിനാടി അയൽവക്കക്കാരി സുമതിയുടെ പേര് നടത്തുന്നേ? ശത്രു സംഹാര പൂജ പിന്നെ ശത്രുവിന്റെ പേരിലല്ലേ നടത്തണ്ടേ? ഇവിടുത്തെ ദേവി 100 രൂപയ്ക്ക് അമ്മയുടെ കൊട്ടേഷൻ എടുക്കാതിരിക്കുമല്ല. പറഞ്ഞ പോലെ ചേട്ടാ, നമുക്ക് 101 തവണത്തെ ശയനപ്രദർശനം കൂടെ ഉണ്ട്. നമ്മൾ 101 തവണ ശയനപ്രദർശനം ചെയ്യാൻ പോയാൽ ഈ കൊച്ചനെ നമ്മൾ എവിടെ ഇരുത്തും? ഞാൻ തോണ്ട ആനയുടെ കൂടെ ഒക്കെ നിന്നോളാം. വേണ്ട, അവിടെ പോണ്ട, അത് അപകടമാ. എന്താ അപകടം? നീ അവിടെ ചെന്ന ആനയ്ക്ക് അപകടമാണെന്ന്. അതെന്തുവാ ചേട്ടാ എന്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്? എടീ, നിനക്കറിയാം, നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളു.
കഴിഞ്ഞ ആഴ്ച തെക്കേക്കാവിൽ ഇവനെ കൊണ്ട് ഞാൻ ഉത്സവത്തിന് പോയിരുന്നു 1 ലക്ഷം രൂപ എന്റെ ചെലവായത്. 1 ലക്ഷം രൂപയോ? നീ എന്താ കാണിച്ചടാ? എന്റെ അമ്മ ഞാൻ ആനക്ക് ഇത്തിരി വെള്ളം കൊടുത്തടാ. അവൻ ആനക്ക് ഇച്ചിരി വെള്ളം കൊടുത്താനെന്തോ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ? തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന ഇലക്ട്രിക് ആനയുടെ വായിലോട്ട് ഓസ് വെച്ച് അവൻ വെള്ളം അടിച്ചു കൊടുത്ത് അവർ 1 ലക്ഷം രൂപ എന്റെ പിടിച്ചു മേടിക്കുമായിരുന്നു. അയ്യോ, അങ്ങനാണെങ്കിൽ ഇവനെ ഇവിടെ നിർത്തണ്ട. ഞാൻ ആ ശൈലജ ഒന്ന് വിളിക്കാം. നമുക്കേ ഇവനെ അവിടോട്ട് കൂടെ നിർത്താവേ. അത് ശരിയാ, ഇവൻ അവിടെ നിന്നിട്ടുള്ളതല്ലയോ. ഹലോ, ആ എടി ശൈലജേ, എടി എനിക്കും ചേട്ടനോട് ഒരു 101 തവണത്തെ ശയന പ്രദർശനം കൂടെ ഉണ്ടായിരുന്നേ. അപ്പൊ ഈ 1 മണിക്കൂറത്തേക്ക് മോനെ അവിടോട്ടൊന്ന് നിർത്തട്ടെ. ആ എന്താ പറഞ്ഞടി ചേട്ടാ? അവള് പറയുവാ നമുക്ക് പകരം അവളും ഭർത്താവും കൂടെ 101 അല്ല 201 തവണ ഇവിടെ വന്ന് ശയന പ്രദർശനം ചെയ്യാം. എന്നാൽ ഇവനെ അങ്ങോട്ട് കൊണ്ടുചെല്ലണ്ടാന്നു. അത്രയ്ക്ക് ഉണ്ട് ഇവന്റെ സ്വഭാവത്തിന്റെ കേമം. അച്ചാച്ചി എനിക്കൊരു പാനിപൂരി മേടിച്ചു തരാവോ? ഇനി അതിന്റെ കുറവ് വേണ്ട. എന്നാ അത് പൊട്ടിച്ച് തിന്നുമ്പോ കണ്ണിലൊന്നും വീടരുതേ. ചേട്ടാ, ആ പഞ്ചാരം ചാക്കും കൂടെ സുധാകരണ്ണൻ ഇന്നെങ്ങാനും ഒന്ന് വരുവോ? നിനക്കെന്തുവാടി ഇത്ര ധൃതി? എനിക്ക് ചെന്നിട്ടേ മെഗാ തിരുവാതിരയുടെ റിഹേഴ്സൽ ക്യാമ്പ് ഉള്ളതാ. അതും 500 പേരാ ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുന്നേ. ഇവിടെ എങ്ങനാടി നീ 500 പെണ്ണുങ്ങളൊക്കെ ഒപ്പിച്ചോണ്ടി പരിപാടി കടന്നേ? ബാക്കിയുള്ളവനെ 4 പേരെ വിളിച്ച ഒറ്റ ഒരെണ്ണം വരത്തില്ല. ആ കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുക. എന്റെ ചേട്ടാ, ഞാൻ ഇവളുമാരെയൊക്കെ ഫോൺ ചെയ്താ. അപ്പൊ ഇവളുമാർക്ക് ആർക്കും വരാൻ വയ്യ. ഞാൻ അതുകൊണ്ട് എന്തോ ചെയ്തു, വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് അങ്ങിട്ട്. എന്താ മെസ്സേജ്? സുശീലയുടെ മോളും ഒരു ബംഗാളിയും കൂടെ അവരുടെ വീട്ടിൽ നിന്ന് പൊക്കി ഇന്ന് വരാമെങ്കിൽ ആ കഥ പറയാവുന്ന 1000 പേരാ വരാമെന്ന് ഏറ്റേക്കുന്നത്. ഇനി 500 എണ്ണത്തിന് ഞാൻ എങ്ങനെ പറഞ്ഞു വിടുവോ എന്തോ. ഓ, അത് ഭയങ്കര ഐഡിയ ആയി പോയി. എന്നാലും നീ നേർച്ച നേർന്ന എന്തിനാ? അതുമില്ല ചേട്ടാ, ഈ ചെറുക്കൻ ഭയങ്കര കുരുത്തക്കേടല്ലയോ. അവനാണെങ്കിൽ സ്കൂളിലും കുരുത്തക്കേട്, നാട്ടിലും കുരുത്തക്കേട്. അതെങ്ങനാ? നിങ്ങൾ അതിനെക്കാട്ടി വലിയ കുരുത്തക്കേടല്ലയോ കാണിക്കുന്നത്? മനജേ, എന്തു വേട്ടാ? ഈ കുരുത്തക്കേട് കഴിഞ്ഞ് അടുത്തൊരു കുരുത്തക്കേട് ഒപ്പിക്കണ്ടായോ? നിങ്ങൾക്ക് ഈ കുരുത്തക്കേടിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ആർക്കാടി ഒരു സന്തോഷം ആയിരിക്കാത്തത്? അവിടെ അത്ഭുതം സംഭവിച്ചു. എന്തുവാടാ? തോണ്ടാ ഞാവൽപ്പഴത്തിന്റെ കൊലയില് ഞാൻ കല്ലെടുത്തെറിഞ്ഞു. ഒരെണ്ണം പോലും താഴെ വീണില്ല. എല്ലാം അവിടെ നിന്നങ്ങ് പറക്കുവോ? പറക്കുന്നു? തോണ്ടടി, കടന്നക്കൂടിനാടി അവൻ കല്ലെടുത്തെറിഞ്ഞേക്കുന്നേ. ജീവൻ വേണേ ഓടിക്കോ. അയ്യോ, അപ്പൊ നമ്മുടെ തുലാഭാരം? ആദ്യം ജീവൻ, പിന്നെ തുലാഭാരം. ഓടാ ഇങ്ങോട്ട്. നിങ്ങൾ ഓടിക്കോ, ഞാൻ ആനയുടെ 2 വാലൂടെ പറിച്ചിട്ട് വരാം. ഉഷാറായിരുന്നു കേട്ടോ, നല്ലൊരു തുലാഭാരം. ഷാജോൻ ചേട്ടാ നന്നായിരുന്നു. താങ്ക് യു. നിങ്ങൾ ഈ പറയുന്ന പോലെ വരുമ്പം തന്നെ ഓരോരോ പരിപാടികൾ എന്തെങ്കിലും ഇവനെ കൊണ്ട് ഒപ്പിക്കുമെന്ന് നമുക്കറിയാം. അത് ഈ പ്രാവശ്യം അവൻ ആ വിശ്വാസം തകർത്തിൽ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം കുരുത്തക്കേട് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് നിങ്ങളൊരു സ്കിറ്റ് പെർഫോം ചെയ്തു. ഇനി വരുമ്പോൾ ഇനിയും കൂടുതൽ ചിരിക്കാനുള്ള സംഭവങ്ങളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. ഇതിന്റെ തുടക്കം നല്ല രസമായിരുന്നു കേട്ടോ. ബാക്കി കൂടെ പോയതും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റാണ്. തുലാഭാരം ആരും അങ്ങനെ വലുതായിട്ട് തൊടാത്തൊരു സാധനമാണ്, കണ്ടിട്ടില്ല അങ്ങനെ. നല്ല സംഭവമായിരുന്നു. കുറച്ചുകൂടെ ചിരിക്കാനുള്ളത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഗംഭീരമായനെ. ഓക്കെ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. ഭംഗിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു ജാഫർക്ക. അപ്പൊ നമുക്ക് കൈയോടെ മാർക്സ് വാങ്ങിക്കാല്ലേ? വേണ്ടേ ജാഫർക്ക? എത്ര മാർക്ക് കൊടുക്കണേ? ഞാൻ ഒരു 4000 രൂപ. 4000 രൂപ. നല്ല മാർക്കാണ്. നസീർക്ക? ഞാൻ കുറയ്ക്കുന്നില്ല, 5000 രൂപ കൊടുക്കും. 9000 രൂപയുണ്ട്. പക്ഷെ അത് ചേട്ടാ ടോട്ടൽ എമൗണ്ട് അയച്ചു തരട്ടോ. ഓക്കെ, 20000 രൂപ. ഓക്കെ, അപ്പം തുലാഭാരം ഇതുകൊണ്ട് നടത്തുക. അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ വലിയ സെറ്റപ്പ് പിടിക്കാം. ഓക്കെ, ആനയെ വെറുതെ വിടണം. നിന്ന് പറിച്ചേക്കരുത് കേട്ടോ. ആനയെ കിട്ടിയില്ല, ഒരു മൂടിന് വേണ്ടി ഞങ്ങൾ 6 നെഞ്ചത്ത് കയറരുത്. ബായ് ബൈഡാ. ശരിയല്ലേ? അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഉത്സവം ആഘോഷം വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിട്ടുണ്ട്. കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ നേതൃത്വത്തിലാണെല്ലാം നടന്ന് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് സെക്രട്ടറി ക്യാഷ്യർ അല്ല, ഇനി ഇതിന്റെ കണക്ക് അവതരിപ്പിക്കാനുണ്ട് നമ്മുടെ ഉത്സവം. അവതരിപ്പിച്ചോളൂ, നമ്മളൊന്നും ഇടപെടണ്ട. അയ്യോ, ക്യാഷ്യർ ഇപ്പൊ പറഞ്ഞ ആരാ കണക്ക് അവതരിപ്പിച്ചത്? ഞാനല്ല. ക്യാഷ്യർ ആരാ? ക്യാഷ്യർ വേണം. അതിൽ നിന്നൊരു 300 രൂപ എനിക്ക് തരണം ചെരുപ്പിന്റെ. ഒരിക്കലും തരും. 300 രൂപ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. മോനെ വിഷയമാ. ഒന്നുമില്ലാതെ എന്റെ ചെരുപ്പ് കഴിഞ്ഞ് നിന്ന് ഞാൻ ഈ ഉത്സവം നടത്തി. പക്ഷെ നിങ്ങൾ എന്റെ കട്ടക്ക് പക്ഷെ നീ അങ്ങനെ നിന്ന് ചെയ്ത കൊണ്ടാ ഉത്സവം ഗംഭീരമായില്ലടാ. കാര്യം ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ആരെങ്കിലും വന്ന
എന്റെ ആശാമാരോട് ചോദിക്കണമെന്ന് എനിക്ക് പറയാൻ 3 പേരുടെ പുറകിലുള്ള ധൈര്യം. അതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ധൈര്യം. അതാണ്. തൽക്കാലം ഇന്ന് ഇത്രയും ധൈര്യം മതിയോ? ഇത് മതി. മതി, ഇത് മതി. ബാക്കി ധൈര്യം, ബാക്കി സ്കിറ്റ്, ബാക്കി കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് കോമഡി.